السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട് ഇനിയും പറയുകയാണ്, അയ്യുഹൽ വലദു, മോനെ, ഐഷ് മാ ശിഅത ഫഇന്നക മയ്യിതുൻ വഅഹ്ബിബ് മൻ ശിഅത ഫഇന്നക മുഫാരിഖു വഅമൽ മാ ശിഅത ഫഇന്നക മുജ്സിയും ബിഹി. ഐഷ് മാ ശിഅത, കുട്ടി, നീ ഉദ്ദേശിക്കും പോലെ ജീവിച്ചോളൂ. ഫഇന്നക മയ്യിതുൻ, കാരണം നീ മരിക്കുന്നവനാണ്. വഅഹ്ബിബ് മൻ ശിഅത, നീ ഉദ്ദേശിക്കുന്നവരെ ഒക്കെ നീ സ്നേഹിച്ചോളൂ. ഫഇന്നക മുഫാരിഖുഹു, നീ അവരോട് വേർപിരിയുന്നവരാണ്. വഅമൽ മാ ശിഅത, നീ ഉദ്ദേശിച്ചതൊക്കെ നീ പ്രവർത്തിച്ചോ. ഫഇന്നക മജ്സിയും ബിഹി, നീ അതിന് പ്രതിഫലം നൽകപ്പെടുന്നവനാണ്. വലിയ അർത്ഥഗർഭമായിട്ടുള്ള ഒരു ഉപദേശം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ വന്നിട്ടുള്ള ആശയം തന്നെയാണ് ഈ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട് പറയുന്നത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, എത്ര വലിയ ഇത് പൊളിച്ചു മനസ്സിലാക്കിയാൽ, വിശദീകരിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഇതിലെ ഓരോന്നും വലിയ പ്രാധാന്യമുള്ളതാണ്. ആ കൂട്ടത്തിൽ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച തന്റെ മുസ്തദറക്കിലെ ഒരു ഹദീസിൽ സഹ്ലു ബിൻ സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇതേ ആശയം കാണാം. അവിടെ ഒരു സംഗതി കൂടെ കൂടുതലുണ്ട്. വഅലം അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈലി വഇസ്സഹു ഇസ്തിഗ്നാഉഹു അനിന്നാസ്. നീ മനസ്സിലാക്കണം, ഒരു വിശ്വാസിയുടെ മഹത്വം, പവർ, ഖിയാമുഹു ബില്ലൈൽ, അവന്റെ രാത്രി നിസ്കാരമാണ്. അവന്റെ യോഗ്യത ഇസ്തിഗ്നാഉഹു അനിന്നാസി, ജനങ്ങളിൽ നിന്ന് അവൻ ജനങ്ങളെ തൊട്ട് ആവശ്യമില്ലാത്തവനാവലാണ് എന്നുകൂടി ആ ഉപദേശത്തിൽ കാണാം. അപ്പൊ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഉപദേശം, അത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ പ്രധാനമായും കുറെ ഉപദേശങ്ങൾ, ഉത്ബോധനങ്ങൾ നമുക്ക് ലഭിക്കും. എന്താണ് ഇപ്പോൾ അവിടെ പറഞ്ഞത്? മോനെ, ഇഷ് മാ ശിഅത, നീ ഉദ്ദേശിച്ചതുപോലെ നീ ജീവിച്ചോളൂ. ഫഇന്നക മയ്യിതുൻ, നീ മരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നീ ഭൗതിക ലോകത്ത് എത്ര കാലം ജീവിച്ചാലും ആ ജീവിതത്തിന്റെ അവസാനം മരണം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതോടുകൂടെ തീർന്നു നിന്റെ എല്ലാം. അല്ലാഹു തആല തന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമah ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. സൂറത്ത് ആലി ഇംറാന്റെ 185-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം, എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി അറിയുന്നവരാണ്. അഥവാ മരണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് അവിടുത്തെ പുകഴ്ത്തി പാട്ടുപാടുമ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞതായി ചരിത്രത്തിൽ കാണാമല്ലോ, കുല്ലു ബനി ഉൻസാവൈൻ താലത്ത് സലാമത്തുഹു യൗമൻ അലാ ആലത്തിൻ ഹദ്ബാ മഹ്മൂലു. ഓരോ മനുഷ്യനും വളരെ സേഫായി ഒരുപാട് കാലം ഇവിടെ ജീവിച്ചാലും ഒരു ദിവസം മയ്യിത്തുകട്ടിലിൽ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവൻ എത്തിപ്പെടുക തന്നെ ചെയ്യും. വേറൊരു മഹാൻ പറഞ്ഞു, അൽ മൗതു ബാബുൻ വകുല്ലുൻ നാസി ദാഖിലുഹു യാ ലൈത ശഅരിയ ബഅദൽ മൗതി മദ്ദാറു അദ്ദാറു ദാറു നഈമിൻ ഇൻ അമിൽത ബിമാ യുർളിൽ ഇലാഹ വഇൻ ഖാലഫ്ത ഫന്നാറു. അൽ മൗതു ബാബുൻ, മരണം ഒരു വാതിലാകുന്നു. വകുല്ലുൻ നാസി ദാഖിലുഹു, എല്ലാ മനുഷ്യരും ആ വാതിലിലൂടെ പ്രവേശിക്കുന്നവരാണ്. അഥവാ മരണം എന്ന കവാടം കടക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. പക്ഷേ മരണം എന്ന കവാടം കടന്നു കഴിഞ്ഞാൽ പിന്നീടെന്ത്? ഫലൈത ശഅരി, എനിക്കറിഞ്ഞാൽ നന്നായിരുന്നു, ബഅദൽ മൗതി, മരണത്തിനു ശേഷം മദ്ദാറു, എന്ത് വീടാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന്. അദ്ദേഹം തന്നെ മറുപടിയും പറയാണ്, അദ്ദാറു ദാറു നഈമിൻ, സുഖത്തിന്റെ വീടായിരിക്കും നിന്നെ കാത്തിരിക്കുന്നത്. ഇൻ അമിൽത ബിമാ യുർളില്ലാഹ, അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ നടത്തിയാണ് നീ ജീവിച്ചതെങ്കിൽ, അഥവാ പടച്ച റബ്ബിന്റെ പൊരുത്തം കാംക്ഷിച്ചും അവന്റെ ഇഷ്ടമുള്ള സംഗതിയാണോ എന്ന് നോക്കിയും മാത്രം നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നിനക്കുണ്ടായതെങ്കിൽ
നിനക്ക് താമസിക്കാൻ അല്ലാഹു തആല ഒരുക്കി വെക്കുന്ന ഭവനം അത് നിഅമത്തിന്റെ സജീവത കൊണ്ട് നിറക്കപ്പെട്ട വീടായിരിക്കും. വൈൻ ഖാലഫ്ത, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് നീ വിരുദ്ധം പ്രവർത്തിക്കുന്നവനാണെങ്കിലോ ഫന്നാറു, നിന്നെ കാത്തിരിക്കുന്ന ഭവനം നരകമായിരിക്കും. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി അറിയും എന്ന് പറഞ്ഞു. ആ രുചി അറിഞ്ഞാൽ അതോടുകൂടെ തീരാണോ? എന്നാ കുഴപ്പമില്ലേന്നു. പക്ഷെ ഖുർആൻ തുടർന്ന് പറയുന്നത് എന്താ? വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് പൂർത്തിയാക്കി നൽകപ്പെടും അന്ത്യനാളിൽ. അഥവാ ഭൂമിയിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനത്തിന്റെ കൂലി നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടും അന്ത്യനാളിൽ. പൂർണ്ണമായി നൽകപ്പെടും എന്ന് പറഞ്ഞതിനർത്ഥം അവർ ചെയ്ത നന്മകളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകളയുകയോ ചെയ്യാത്ത കുറ്റങ്ങൾ എന്തെങ്കിലും അവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യാത്ത വിധം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ കാണാറുണ്ട്, എത്രയോ അപരാധികൾ നിരപരാധികളാകുന്നു, ഒരുപാട് നിരപരാധികൾ അപരാധികൾ എന്ന പേരിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഏറ്റവും സുതാര്യമായിട്ടുള്ള നിലപാട്, ഒരു മനുഷ്യനും അവൻ ചെയ്ത നന്മകളുടെ ഒന്നും നഷ്ടം സംഭവിക്കാത്ത വിധം, എന്നാൽ അവൻ ചെയ്യാത്ത കുറ്റങ്ങളൊന്നും അവന്റെ മേലിൽ അടിച്ചേൽപ്പിക്കാത്ത വിധം 100% നീതി പുലരുന്ന ഒരു മഹത്തായ സന്ദർഭം, ഒരു വലിയ വേദി, അതാണ് പരലോകത്ത്. അതാ വഇന്നമാ തുവഫൗന ഉജൂറക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലമാണ് പൂർത്തിയാക്കി നൽകപ്പെടുക യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. അങ്ങനെ പ്രതിഫലം പൂർത്തിയാക്കി നൽകപ്പെടുന്ന ദിവസം ഫമൻ സുഹ്സിഹ അനിൻ നാരി, ഏതെങ്കിലും ഒരാളെ നരകത്തെ തൊട്ട് ദൂരത്താക്കപ്പെട്ടുവോ ഉദ്ഖിലൽ ജന്നത, അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ ഫഖദ് ഫാസ്, നിശ്ചയം അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് പല മനുഷ്യന്മാരും ചതിയിൽപ്പെട്ടു പോകുന്ന ചില സുഖങ്ങളും സന്തോഷങ്ങളും മാത്രമാകുന്നു. അഥവാ ദുനിയാവിന്റെ സുഖസുഷുപ്തിയിൽ ലയിച്ച് മുന്നോട്ടു പോകുമ്പോൾ ഇതുതന്നെയാണ് എന്റെ ജീവിതം എന്ന ചിന്താഗതി പലർക്കും ഉണ്ടാകുന്നു. അവരുടെ ഭാവി അവർ മറക്കുന്നു. വരാനിരിക്കുന്ന സംഗതികൾ എന്ത് എന്ന് ആലോചിക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. അതേസമയത്ത് നാം നോക്കണം, നമ്മളെല്ലാവരും എത്ര കാലം ഇവിടെ സുഖമായി ജീവിച്ചാലും ഒരു ദിവസം മരണമെന്ന യാഥാർത്ഥ്യത്തിന് കീഴൊതുങ്ങി കൊടുക്കേണ്ടവരാണ് എന്ന കാര്യം നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്നക മയ്യിതൂൻ വ ഇന്നഹും മയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ. സൂറത്തുൽ സുമറിന്റെ 30-31 ആയത്തുകളിൽ അള്ളാഹു പറയുകയാണ്, നബിയെ, അങ്ങും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകും. അവരെല്ലാവരും ഈ ലോകത്തുനിന്ന് മരണമെന്ന യാഥാർത്ഥ്യത്തിന് കീഴൊതുങ്ങി കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത്? സുമ്മ ഇന്നക്കും, പിന്നീട് നിങ്ങൾ യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ ഇൻദ റബ്ബികും തഖ്തസിമൂൻ, നിങ്ങളുടെ നാഥന്റെ സമീപത്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് തർക്കിക്കാൻ ശ്രമിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഗതികളെല്ലാം കൃത്യമായി വിചാരണക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു ലോകം വരാനുണ്ട് എന്നത് മനസ്സിലാക്കി നീ നിന്റെ ഇഷ്ടം പോലെ ഈ ജീവിച്ചോ എന്നാ അദാലിമാമ് പറയണത്. ഈഷ്മാശിയത്ത, നീ വിചാരിച്ച മാതിരി നീ ജീവിച്ചോ എന്ന് പറഞ്ഞാൽ എത്ര കാലം ജീവിച്ചാലും അതിനൊരു കണക്കുണ്ട്. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നീ മരണത്തിന് കീഴൊതുങ്ങി കൊടുക്കണം. അതുകൊണ്ടല്ലേ ഹദീസിൽ കാണാം, അല്ലെ ഇമാം ബുഖാരി ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. എന്ത്? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി ഇസ്ലാം വന്നു. അങ്ങനെ അസ്രായിൽ അലൈഹി ഇസ്ലാം വന്നിട്ട് റൂഹ് പിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ഒറ്റ പട വെച്ചു കൊടുത്തു. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തുനിന്ന് അസ്രായിൽ അലൈഹി ഇസ്ലാം തിരിച്ചുപോയി അള്ളാഹുവോട് പറഞ്ഞു, അർസൽതനി ഇലാ അബ്ദിൻ ലാ യുരീദുൽ മൗത, മരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു അടിമയുടെ അടുത്തേക്കാണോ പടച്ചോനെ എന്നെ നീ അയച്ചത്? അപ്പോൾ ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ തിരിച്ച് വീണ്ടും ചെല്ലുക. ആരടുത്ത്? ബഹുമാനപ്പെട്ട മൂസാ നബിന്റെ അടുത്ത്. എന്നിട്ട് പറയൂ, ഒരു വലിയ കാള, ആ കാളയുടെ മുതുകിൽ കൈവച്ചുകൊണ്ട് ഈ കയ്യിൽ എത്ര രോമങ്ങളുണ്ടോ ആ രോമത്തിന്റെ എണ്ണം കണ്ട് വർഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇനിയും അല്ലാഹു തആല ആയുസ് നീട്ടിത്തരും, നിങ്ങൾക്ക് വേണോ എന്ന് മൂസാ നബിയോട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ചോദിച്ചു. അപ്പൊ അല്ലാഹു തആല മൂസാ നബി ചോദിച്ചു, ആയ റബ്ബ്, പടച്ചോനെ, സുമ്മ മാതാ, പിന്നെന്താണ് ചോദിച്ചു. ഈ കാളയുടെ പുറത്തുള്ള രോമങ്ങളുടെ എണ്ണം കണ്ട് വർഷങ്ങൾ, അപ്പൊ ഒരു 5000 കൊല്ലം ആണെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെന്താ എനിക്ക് വരാൻ പോണെന്ന് ചോദിച്ചു. അപ്പൊ അല്ലാഹു പറഞ്ഞു, അൽമൗത്ത്, പിന്നെ മരണം തന്നെ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഫല്ല, എന്നാ പിന്നെ ഇപ്പൊ തന്നെ റെഡിയാണ് മരിക്കാൻ.
അങ്ങനെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം അപ്പൊ മരണത്തിന്റേതായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയില്ല. എങ്കിലൊരു മുഅ്മിനായ മനുഷ്യൻ അവൻ ചിന്തിക്കേണ്ടത് ഏതു സമയത്തും മരണം തന്റെ മുന്നിലേക്ക് എത്തിപ്പെടാമെന്ന കണക്കുകൂട്ടൽ അവനുണ്ടാകണം. അതുണ്ടായിട്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തണം എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. ഇഷ്മാശിത്ത, നീ വിചാരിച്ച പോലെ നീ ജീവിച്ചോളൂ, ഫൈന്നക മയ്യിത്തുൻ, കാരണം നീ മരിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിച്ചാലും ആ ജീവിതത്തിലൊക്കെ തിരശ്ശീല വീഴുന്നൊരു സമയമുണ്ട് എന്ന് മനസ്സിലാക്കണം. ആ തിരശ്ശീല വീഴുന്ന സമയം അത് ചിലർക്ക് സന്തോഷത്തിന്റേതാകാം, ചിലർക്ക് ദുഃഖത്തിന്റേതാകാം. അത് സന്തോഷത്തിന്റേതാക്കാൻ ആവശ്യമായിട്ടുള്ള കണക്കുകൂട്ടലുകളും അതിനാവശ്യമായ തയ്യാറെടുപ്പുകളും അതിനുവേണ്ട നയനിലപാടുകളും നിങ്ങൾക്കുണ്ടാകണം എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. എത്ര വലിയ ഉത്ബോധനമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക. അള്ളാഹു നമ്മെല്ലാം നല്ലവരിൽ ഉൾപ്പെടുത്തുകയും മരിക്കുമെന്ന ഓർമ്മയോടുകൂടെ എക്കാലവും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വാരിക്കൂട്ടാനും തിന്മകളിൽ നിന്ന് അകലാനുമുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.